നല്ല വെളുപ്പ് തോന്നും. അതൊക്കെ ശരി തന്നെയാണ്. എന്നാ കുഴപ്പമില്ല പോ. അല്ലല്ല, ഇതൊന്നും പിടിച്ച് ശരിയാക്കി. ഇനി സാരി എന്ത് ശരിയാക്കാൻ? ഇതൊന്നും പിടിക്കട്ടാ. എന്നാ പിന്നെ നിനക്ക് അതൊന്നും പറഞ്ഞുകൂടായിരുന്നു. ഒരു സാരി പിടിക്കാൻ എന്തെത്ര നാളോ? പുറത്തുനിന്ന് ആളുകളാണല്ലേ. അതെ, ഗവർണറൊക്കെ വരുമ്പോഴേ ഞാൻ നല്ല മിടിക്കായിട്ട് നിൽക്കണ്ടേ? ആര്? ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് വരില്ലേ? ഗവർണർ മാത്രല്ല, മുഖ്യമന്ത്രിയും വരുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതി വഴിക്ക് പോകുമ്പോ ചിലപ്പോ സമയം കിട്ടി അവിടെ നിന്ന് കയറും. പുതിയ സാരി മേടിക്കേണ്ടതായിരുന്നു. എന്തായി കാണിക്കുന്നത്? പോകണോ? അതെ, രാഷ്ട്രപതി വരണമെങ്കിൽ എനിക്ക് പുതിയ സാരി മേടിച്ചിട്ട് അത് കൊടുത്തിട്ട് പോയാൽ മതി. പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ഏതെങ്കിലും ഒരു മുതിർന്ന അംഗമായിരിക്കും ചൊല്ലിത്തരിക. അതാരാ? അത് നമ്മുടെ ആ 10ാം വാർഡിൽ ജയിച്ച സുമേഷ് ഏട്ടല്ലേ, പുള്ളി ചൊല്ലിത്തരും. ഞാൻ കയറ്റില്ല മതി, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഏതായാലും ഇത് മതി. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോകുന്നതല്ലേ. അവിടെ ചാനലുകാർ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. അയ്യോ, ഈ മേക്കപ്പൊക്കെ മതി, ധാരാളം കേട്ടാ. ഇനി അവര് വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോ നീ വെറുതെ വായിലിരിക്കുന്ന എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ വഷളാക്കരുത്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഇമേജ് ഉണ്ട്, അത് കളഞ്ഞു വിളിക്കരുത്. ഇത് വനിതാവാടായി പോയതുകൊണ്ടാണ് നിന്നെ കൊണ്ട് നിർത്തിയത്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വന്നേ. ആര് ചോദിച്ചാലും ഞാൻ നല്ല മറുപടി കൊടുക്കും. ഏട്ടാ, ഒരു ചോദ്യം എന്നോട് ചോദിക്കും. മണ്ടൂതിരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തായിരിക്കും? നാട് മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. നീ ബ്യൂട്ടീഷ്യനാണെന്ന് വിചാരിച്ച് നാട്ടിലെ ആളുകൾ മുഴുവൻ ചുണ്ടത്ത് ചായ വെച്ച് കിടക്കണോ? വേണോ? അതുകൊണ്ട് അവര് വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോ ആണ്, ഇല്ല, നോക്കട്ടെ, ശ്രമിക്കാം, ഞാനിതൊക്കെ ഒന്ന് പഠിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയാവൂ. അങ്ങനെയൊക്കെ പറയോ? അതെന്റെ മാനം കളയോ? ഞങ്ങൾ ഭാവി പ്രസിഡന്റിനെ കണ്ടിട്ട് ഒരു അനുമോദനം അറിയിക്കാലോ വെച്ചിട്ട് വന്നാണ്. അയ്യോ, എന്താ ഇതിനൊന്നും കാര്യമില്ലായിരുന്നു, വേണ്ടായിരുന്നു. അതെ, ഇതൊക്കെ കൊണ്ടുവരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാലിംഗ് മെഷീൻ വേണ്ടിയിരുന്നു. അതിന് പ്രസിഡന്റ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടിച്ചങ്ങോട്ട് വരില്ലേ? ആണോ? എന്നാ ഇനി വരുമ്പോ ഒരു മേക്കപ്പ് ബോക്സ് കൊണ്ടുവരണേ. ഒരു ബ്യൂട്ടി പാർലർ എന്നെ കൊണ്ട് തരൂല്ലേ പ്രസിഡന്റ് ആയാലേ? അയ്യോ, നിങ്ങള് പഞ്ചായത്തിലേക്ക് വരുന്നില്ലേ? ഞങ്ങളിപ്പോ വന്ന കാര്യം കഴിഞ്ഞ നിങ്ങളുടെ ഭരണ സമയത്താണ് ഞങ്ങളുടെ കോറി മണലൊക്കെ സ്റ്റേ ചെയ്ത് ഞങ്ങളെ വഴിയാധാരാക്കിയത്. അതുപോലെ ഈ പ്രാവശ്യം അധികാരത്തിൽ വന്ന പ്രകൃതി സ്നേഹികളുടെ പിന്നാലെ പോകരുത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാതെ വാക്ക് തന്നിട്ടുണ്ട്. എല്ലാം വാക്ക് തന്നിട്ടുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. 8 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഒരു സീറ്റ് നിങ്ങളിൽ നിന്നും പിന്നെ സ്വതന്ത്രമായി മത്സരിച്ച മൊയ്തുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവരുടെ ഭരണത്തിലുണ്ടായ കോട്ടങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ കുറവ് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നു? അതുകൊണ്ട് തന്നെയാണോ? അതെ. അതെയോ? ഇപ്പോൾ എന്തായാലും ഇവർ 5 വർഷം ഭരിച്ചു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ജനപ്രതിനിധികൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കും ഏതാണ്ട് അതിനോട് യോജിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി. കുടിവെള്ള പ്രശ്നം, റോഡ് പ്രശ്നങ്ങൾ, അങ്ങനെ പല വികസനങ്ങളും പാറക്കോറി മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്,